ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ ഒരു ദാസൻ ഒരു വേലക്കാരനാണ്. വരുവാനും പോകാനും ഒരു സമയമുണ്ട്. ദിവസം ഇത്ര വച്ച് കൂലിയുണ്ട്. അവന് അവൻ്റേതായ അവകാശമുണ്ട്. ഇതിലെന്തെങ്കിലും ആ വ്യക്തിക്ക് കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കും. ഒരുപക്ഷെ ജോലി വിട്ടേച്ചും പോകാവുന്നതാണ്. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവന് പ്രത്യേക അവകാശമൊന്നുമില്ല. അവൻ്റെ അവകാശം മുഴുവനും അവൻ്റെ യജമാനനുള്ളതാണ്. യജമാനനാണ് അവൻ്റെ അവകാശം മുഴുവനും ഉപയോഗിക്കുന്നത്. യജമാനനാണ് അവൻ്റെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത്. അടിമയ്ക്ക് ആരോടും ഒരു പരാതിയുമില്ല. ആര് തന്നെ എന്ത് ചെയ്താലും താൻ ഒന്നും തിരിച്ചു ചെയ്യുകയില്ല. പകരം തൻ്റെ യജമാനനെ എല്ലാം അറിയിക്കും. തൻ്റെ അവകാശം താൻ ഉപയോഗിക്കുകയേയില്ല. അത് യജമാനനുള്ളതാണ്. താൻ യജമാനൻ്റേതാണ്. യേശു കാണിച്ച മാതൃക ഇത് തന്നെയാണ്. യേശുവിനോട് നമുക്ക് പറയാമോ, ഇതേപോലെ പിതാവാൻ ദൈവത്തെ അനുസരിപ്പാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഒട്ടും പിതാവാൻ ദൈവത്തെ അനുസരിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ഇത് പോരാ പപ്പായെ എനിക്ക് പൂർണ്ണമായി പ്രസാദിപ്പിച്ചേ പറ്റുള്ളൂ. പപ്പയുടെ ഇഷ്ടം എന്താണോ അതെനിക്ക് നിറവേറ്റിയേ പറ്റുള്ളൂ. പ്രിയരെ, അങ്ങനെയുള്ള ഒരു വ്യക്തി പിതാവിൽ മാത്രം ആശ്രയം വെച്ചുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ അവർക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം ദൈവം നടത്തിക്കൊടുക്കും. ആ വ്യക്തി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്നു, മേലിൽ നിന്നുള്ളത് തന്നെ ചിന്തിക്കുന്നു. ആ വ്യക്തി മരിച്ചു, തൻ്റെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഒരു അടിമയുടെ ലക്ഷണം. അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. ക്രിസ്തുവിനോട് കൂടി മരിച്ചു അടക്കം ചെയ്തു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ് പിന്നെ ചിന്തിക്കുന്നത്. അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയം വിസ്തൃതമായിക്കൊണ്ടേ